ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വരും ദിവസം മുതൽ പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എന്തായാലും നാളത്തെ ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ വളരെ സുപ്രധാനമായ ചില നിമിഷങ്ങളൊക്കെയാണ് ഈ ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കാരണം നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ പിങ്കിയുടെ തനി രൂപം പ്രകടമാക്കുന്ന ചില നിമിഷവും അതല്പം അതിര് കവിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ അതെല്ലാം കണ്ട് മനം നൊന്ത് നിൽക്കുന്ന നന്ദനെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും പ്രേക്ഷകരായി നമുക്ക് ഒരുപാട് വേദന ഉളവാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ കാണാൻ പോകുന്നത്. എന്തായാലും ഗൗതം അതിൽ അല്പം പകച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നിവൃത്തികേടുകൊണ്ട് പിങ്കിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പിങ്കിയുമായിട്ട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സാധ്യതയും നമുക്ക് നാളത്തെ എപ്പിസോഡുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, നന്ദ പിങ്കിയുടെ ആ വയറിൽ തൻ്റെ കുഞ്ഞ് ആ പിങ്കിയുടെ വയറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആ പിങ്കിയുടെ വയറിൽ ഒരു ഉമ്മ കൊടുക്കുകയും ശേഷം ആ ചെവി ചായച്ചു നിൽക്കുന്ന ഒരു രസകരമാകുന്ന ഒരു കാഴ്ച കണ്ട് അതിനുശേഷം ഈ പെട്ടെന്ന് പിങ്കി അകന്നു പോകുന്നു. എന്നാൽ നന്ദ അങ്ങനെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം നന്ദയുടെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിലാണെങ്കിൽ കിടക്കുന്നത് എന്നൊരു ഒരു അറിവുള്ളത് കൊണ്ട് തന്നെ നന്ദ അത് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. കാരണം പിങ്കി എത്ര അകന്ന് മാറിയാലും തൻ്റെ ജീവനാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നുള്ളതൊരു വലിയൊരു ഉത്തരവാദിത്വം നന്ദയ്ക്കുള്ള ഒരു ഭാഗങ്ങളൊക്കെയാണ് കാണുന്നുണ്ടോ. എന്തായാലും അരുന്ധതിക്ക് അതൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നന്ദയുടെ പ്രകടനം തൻ്റെ കുഞ്ഞാണല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഉമ്മ കൊടുക്കുകയും ചെവി ചായ്ക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പം ഏറെ സങ്കടകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന നമ്മുടെ ലക്ഷ്മിയൊക്കെയാണോ. ലക്ഷ്മിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. നന്ദയുടെ ആ സ്നേഹപ്രകടനവും അതുപോലെ ആ ദയനീയമായിട്ടുള്ള ആ നിൽപ്പൊക്കെ കാണുമ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ലക്ഷ്മിയും നന്ദയ്ക്കൊപ്പമാണെങ്കിലും പിന്നീട് അല്പമായി മാറിപ്പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ സാക്ഷിയാകാൻ പോവുകയാണ്. എന്തായാലും അതിനുശേഷം ഗൗതമും നന്ദയും ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അവനെ വളർത്തേണ്ടത്, അവൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നൊക്കെ ഒരു വലിയൊരു മനസ്സിനുള്ളിൽ ഒരു വലിയൊരു മുൻകരുതലും അതുപോലെ ഒരു ആഗ്രഹമൊക്കെ മുളപൊട്ടി വരുന്ന ചില നിമിഷങ്ങളും ഒക്കെ കാണാം. എന്നാൽ നന്ദയ്ക്ക് അല്പം അസ്വസ്ഥത ഉണ്ടെങ്കിലും തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് നല്ല രീതിയിൽ പിങ്കിയുടെ വയറ്റിൽ വളരെ നല്ല ആരോഗ്യവാനായി സുന്ദരിയായി അല്ലെങ്കിൽ നല്ല കഴിവുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള ഒരു ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു IPSകാരനായിട്ട് അല്ലെങ്കിൽ അവർക്കും മേളിൽ ഉള്ളൊരു വ്യക്തിയായിട്ട് ജനിക്കണം. അതിനുവേണ്ടിയുള്ള ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുഞ്ഞിനെ പിങ്കിയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ നല്ല വളർച്ച കിട്ടുവാൻ വേണ്ടി പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ പെൺകുട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നന്ദ പഠിക്കുകയാണ്. അതായത് ഒരു ബുക്ക് മേടിച്ച് ആ ബുക്കിൽ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആഹാരമാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, അങ്ങനെ ഉള്ള പല കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്ക് മേടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഗൗതമിൻ്റെ നന്ദന മുറിയിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഗൗതമിന് ചിരി വരികയാണ്. കാരണം ഗൗതം ഓർക്കുകയാണ്, ഇതെന്തിനാണ് നീ ഇവിടെ ഇത് പഠിക്കുന്നത്? കാരണം കുഞ്ഞ് ഗർഭം ധരിച്ചിരിക്കുന്ന പിങ്കിയാണ്, പക്ഷേങ്കിൽ പഠിക്കുന്നതും അതിന് പ്രാക്ടീസ് ചെയ്യുന്നതുമെല്ലാം നന്ദയും. അപ്പോൾ വളരെ അത്ഭുതകരമായി തോന്നുകയാണ് ഗൗതമിന്. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? നമ്മുടെ കുഞ്ഞ് വളരുന്നത് പിങ്കിയുടെ വയറ്റിലല്ലേ, നിന്റെ വയറ്റിലല്ലല്ലോ ഇപ്പോൾ ജനിക്കുന്നത്. നമ്മുടെ കുഞ്ഞാണെങ്കിലും വളരുന്നത് പിങ്കിയുടെ വയറ്റിലല്ലേ. അപ്പം നീ ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് നിനക്ക് എന്നാ കാര്യം? നീ ഇപ്പോൾ ആഹാരം കഴിക്കാൻ നീ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, നീ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്ന ഗർഭിണിയായ സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് നല്ല വളർച്ചയും ബുദ്ധിയും ശക്തിയൊക്കെ കിട്ടുമോ? അത് ചെയ്യേണ്ടത് പിങ്കിയാണ് എന്ന് പറയും. ശരിയാണല്ലോ.
അത് ശരിയാണല്ലോ. ഞാൻ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ തന്നെ ഗർഭം ധരിച്ചതുപോലെ എനിക്ക് തോന്നി. സാരമില്ല, ഞാനിത് പിങ്കിയെ കൊണ്ട് ഏൽപ്പിച്ചോളാം, പിങ്കിക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം, അല്ലെങ്കിൽ പിങ്കിയോട് ഇതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നേരെ പിങ്കിയുടെ അടുക്കലേക്ക് നന്ദ വെച്ച് പിടിക്കുക കേട്ടോ. നന്ദ വെച്ച് പിടിച്ച് പിങ്കിയുടെ അടുക്കൽ ചെന്ന് പിങ്കിയെ വിളിക്കുന്നു. പിങ്കിയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പിങ്കി വരുന്നു. കാരണം ഇപ്പോൾ വരാതിരിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ്. വരുന്ന കഴിയുമ്പോൾ എന്താ നന്ദ നീ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയാണ്, ഇടി പിങ്കി, ഞാൻ ഒരു ബുക്ക് തരാൻ വേണ്ടി വന്നത്. എന്ത് ബുക്ക്? അല്ല, ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാതിരിക്കണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നൊക്കെ കുറിച്ച് ഒരു നിർദ്ദേശം, ഒരു അറിവിന് വേണ്ടി, അതൊക്കെ ചെയ്യുവാൻ വേണ്ടി നീ ഈ ബുക്കൊന്ന് വായിച്ച് പഠിക്കണം എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട പെട്ടെന്ന് പിങ്കിക്ക് ദേഷ്യം വരുമല്ലോ. ദേഷ്യം വന്നിട്ട് പറയാണ്, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പം പെട്ടെന്ന് നന്ദ ഇന്ന് അന്താളിച്ചു പോകും. അതിനുശേഷം പറയാണ്, നന്ദ പറയുന്നുണ്ട്, ഞങ്ങളുടെ എൻ്റെയും ഗവൺസാറിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. അപ്പം നല്ല കുഞ്ഞായിട്ട്, നല്ല ആരോഗ്യവാനായിട്ട്, നല്ല ബുദ്ധിയുള്ളവനായിട്ട്, നല്ല സൗന്ദര്യമുള്ള കുഞ്ഞായിട്ട് വളരണം. അതിനുവേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊത്തിരി അതൊക്കെ നല്ല കാര്യമായിരിക്കും. നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഏറെ ഗുണകരമാകും എന്നൊക്കെ പറയാം. അപ്പോൾ പെട്ടെന്ന് പിങ്കിക്ക് ദേഷ്യം വരിക. അതിപ്പോൾ ഈ നന്ദയുടെ ഉപദേശവും അതുപോലെ നന്ദയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ടുണ്ട് പിങ്കി അവിടെ നന്ദയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന, അല്ലെങ്കിൽ അന്തയുടെ വാക്കിനെ അവഗണിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നുണ്ട്. അങ്ങനെ പറയാണ്, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടത്. നീ അല്ലല്ലോ ഗർഭം ധരിച്ചിരിക്കുന്നത്, ഞാനല്ലേ ഗർഭിണിയായിരിക്കുന്നത്, അപ്പം ഞാൻ ചെയ്തോളാം, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയാം. അപ്പോൾ നന്ദ ഒന്ന് പതറിപ്പോവും. പക്ഷേങ്കിൽ ഇപ്പോൾ നന്ദയ്ക്ക് അവിടെ പിങ്കിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. വളരെ ദയനീയമായിട്ടൊരു കാഴ്ചയൊക്കെയാണ് ആ ഭാഗത്ത് നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. ഒടുവിൽ അതിനുശേഷം നന്ദയൊക്കെ പോകും കേട്ടോ. നന്ദ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോകും. പക്ഷേ പിങ്കി ഇതൊന്നും അനുസരിക്കുന്നില്ല. പിന്നീട് കാണുന്നത് പിങ്കിയെ ഇന്ത്യപുരത്ത് രാജകുമാരിയെപ്പോലെ സ്വീകരിക്കുകയും രാജകുമാരിയെപ്പോലെ കാണുകയും ഏട്ടത്തിയും അതുപോലെ മോഹിനിയും പവിത്രയും ഒക്കെ രാജകുമാരിക്ക് തുല്യമായി നന്ദയ്ക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊക്കെ പിങ്കിക്ക് കൊടുക്കുകയും അങ്ങനെ പിങ്കിയെ രാജകുമാരിയെപ്പോലെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടല്ലോ. ഏട്ടത്തി പറയുന്നുണ്ടല്ലോ, പിങ്കിക്ക് ഇവിടെ യാതൊരു ദോഷവും ഉണ്ടാകില്ല, പിങ്കിനെ മനസ്സുകൊണ്ട് ഒരു വാക്കുകൾ കൊണ്ട് പോലും ആരും വേദനിപ്പിച്ചാൽ ഞാൻ അംഗീകരിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊരു ഉപദേശമല്ല, ഒരു ഭീഷണിൻ്റെ ശബ്ദം മുഴക്കിയിട്ടാണ് ഏട്ടത്തി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരായി നിൽക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പിങ്കി അത് മാക്സിമം മുതലാക്കിയാണോ, കിട്ടിയ അവസരങ്ങളെല്ലാം മാക്സിമം മുതലാക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് പിങ്കിയുടെ നാളത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് പിന്നീട് കാണാൻ പോകുന്നത്. വരുന്ന എപ്പിസോഡുകളിലെല്ലാം അത് പിങ്കി തൻ്റെ കിട്ടിയ അവസരങ്ങൾ ഏതൊക്കെയുണ്ടോ, എന്തൊക്കെ അവസരമുണ്ടോ അതെല്ലാം തക്കത്തിൽ വിനിയോഗിക്കുകയും അങ്ങനെ നന്ദേനെ വേദനിപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നന്ദേനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഗൗതമൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുവാനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് കാണുന്നത് ഗൗതം രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നന്ദയുടെ വയറ്റിലായിരുന്നെങ്കിൽ ആ വയറിൽ നന്ദ കാണിച്ചതുപോലെ തല ചായ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ നിവൃത്തിയില്ലാത്തൊരവസ്ഥ. പക്ഷെങ്കിൽ ഗൗതം പോകുമ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു യാത്ര പറയുവാൻ പിങ്കിയുടെ അടുക്കലെത്തുകയും പിങ്കിയോട് യാത്ര പറയേണ്ട ഒരു അവസ്ഥയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിങ്കിക്കൊരു തോന്നൽ, ഗൗതമനെ ഒന്ന് ചുറ്റിയാലോ, ഗൗതമനെ ഒന്ന് വലയിലാക്കിയാലോ എന്ന് ഓർക്കുക. അപ്പം നന്ദയും കൂടെയുണ്ട് കേട്ടോ. ഈ സമയത്ത് പറയാണ് നന്ദയും പിങ്കിയും ഗൗതം തമ്മിൽ സംസാരിക്കുന്ന ഇടയിൽ പറയാണ്, ഗൗതം എന്നെ ഇത് ഹക്ക് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ എന്നെ ഇത് കെട്ടിപ്പിടിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് നന്ദയും ഗൗതം ഞെട്ടിപ്പോ. അപ്പോൾ ഗൗതം ചോദിക്കും, എന്താ പിങ്കി പറഞ്ഞത്? അല്ല, ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെ സ്പർശനം, അച്ഛൻ്റെ ചൂട് കുട്ടിയും അറിയണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ ഒന്ന് ചേർന്ന് നിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചുകൂടെ, ഒരു ഹക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് തകർന്നു പോകുന്ന നന്ദേനെയാണ് കാണുന്നുണ്ടോ. അങ്ങനെ ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഗൗതമും നന്ദയും അങ്ങനെ പിങ്കി ചില നിബന്ധനകൾ വെക്കുകയാണ്. കൊച്ചിന് അച്ഛൻ്റെ ചൂടും അച്ഛൻ്റെ സ്നേഹവും തിരിച്ചറിയണം. അങ്ങനെയൊക്കെയാണ് ഒരു ഗർഭിണിയായ സ്ത്രീ കൂടുതലും ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത്. ഒരവസ്ഥയൊക്കെ ഗൗതമൻ അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുകയും അങ്ങനെ
ഗൗതമിനെ കൊണ്ട് പിങ്കിയെ കെട്ടിപ്പിടിച്ച് നിർത്തുവാനുള്ള ചില ശ്രമങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന്, നന്ദ എത്രത്തോളം അതിന് യോജിക്കും, അല്ലെങ്കിൽ ഗൗതം എത്രത്തോളം അതിനോട് യെസ് പറയുമെന്ന് നാളത്തെ റിയൽ വിശേഷം കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും പിങ്കി വളരെ തന്ത്രപരമായ രീതിയിൽ ഗൗതമിനെ തൻ്റെ കൂടുതൽ അടുപ്പിക്കുവാനും, അങ്ങനെ സ്വന്തം അച്ഛൻ്റെ ചൂടും തണലും എപ്പോഴും ഈ കുട്ടിക്ക്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കൂടുതലായിട്ട് ശാരീരികമായിട്ടും അടുപ്പിച്ച് നിർത്തുവാൻ ശ്രമിക്കുന്ന പിങ്കിയുടെ തന്ത്രങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമാണ്. നാളെ റിയൽ വിശേഷവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.